എൻ്റെ എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തത് പലതരത്തിലുള്ള കൃഷി രീതികളെക്കുറിച്ചായിരുന്നു. ഇന്ന് നാം മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നല്ല വിളവ് ലഭിക്കുവാൻ വേണ്ടി മികച്ച വിത്തുകൾ മാത്രം ഉണ്ടായാൽ പോരാ. മണ്ണിന് നല്ല വളവും കീടങ്ങളെ നശിപ്പിക്കാനുള്ള കീടനാശിനികൾ അഥവാ പെസ്റ്റിസൈഡുകളും ആവശ്യമാണ്. എന്നാൽ രാസവളങ്ങളും രാസകീടനാശിനികളും അഥവാ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഇവ ഉപയോഗിക്കുന്നത് മണ്ണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ജീവികളെയും അതോടൊപ്പം തന്നെ പ്രകൃതിക്കും ദോഷകരമായി തീരുന്നതാണ്. അതിനാൽ മണ്ണിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ജൈവ കീടനാശിനികളും ജൈവവളങ്ങളുമാണ് മണ്ണിനും പ്രകൃതിക്കും അനുയോജ്യം. ഇത്തരത്തിലുള്ള ചില ജൈവ കീടനാശിനികൾ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 17 ജൈവ കീടനാശിനികൾ തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. പ്രധാനമായും പുകയില കഷായം ജൈവ കീടനാശിനികളിൽ ഏറ്റവും പ്രധാനമായി കീടങ്ങളെ നശിപ്പിക്കുന്ന ഒന്നാണ് പുകയില കഷായം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1 കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തി വയ്ക്കുക. ഇത് അരിച്ചെടുത്ത് അതിൽ 100 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിക്കുക. പുകയില കീടനാശിനി തയ്യാറായി. ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. മറ്റൊന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകൾ പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. മറ്റൊന്ന് വേപ്പെണ്ണ എമൽഷൻ. 60 ഗ്രാം സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇത് 1 ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്തിളക്കുക. 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. ഇത്തരത്തിലുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് തന്നെ നിർമ്മിച്ച് വീടുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഹൗ ടു മേക്ക് ബയോപെസ്റ്റിസൈഡ്സ്. ഫസ്റ്റ് വൺ, ടൊബാക്കോ ഡിക്കോഷൻ. Cut 1 kilogram tobacco into small pieces. Soak them in 15 liters of water for 1 day. Filter this and dissolve 100 gram scraped bar soap in it by stirring well. Tobacco pesticide is ready. Dilute this by adding double the quantity of water and then spray on plants. Second one, neem cake. Adding neem cake, custard cake, etc. to the soil help to control worms that attack roots. Another one, neem oil emulsion. Dissolve 60 gram soap in half liter water. Mix it with 1 liter of neem oil and stir well. Dilute it with 10 liter of water and spray on plants. ജൈവ കീടനാശിനിയെ പോലെ തന്നെയാണ് ജൈവവളങ്ങളും. രാസവളങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നത് മണ്ണിന് ദോഷം വരും എന്ന് മണ്ണിനും അതുപോലെ പ്രകൃതിക്കും ദോഷം വരുമെന്ന് മുൻപേ പറഞ്ഞിരുന്നു. അതിനാൽ ജൈവവളം ഉപയോഗിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലത്. പ്രധാനപ്പെട്ട ചില ജൈവവളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, എല്ലുപൊടി ഇവയൊക്കെയാണ് നാം സാധാരണ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ. ബയോ ഫെർട്ടിലൈസേഴ്സ്. കൗഡങ്, ഗ്രീൻ മാനുവർ, കമ്പോസ്റ്റ് മാനുവർ, ഫിഷ് മാനുവർ, പോൾട്രി ഡ്രോപ്പിംഗ്സ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്, ബോൺ മീൽ. ഭക്ഷണം എന്ന ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ നാം കൃഷി ചെയ്യുന്നത്? അല്ല. മറ്റുള്ള പല കാര്യങ്ങൾക്കും പല വിളകളും നാം കൃഷി ചെയ്യാറുണ്ട്. നാണ്യവിളകൾ എന്നാണ് ഇതിന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ചില വിളകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്നും പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്നും നൂൽ ഉണ്ടാക്കുന്നു. പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പരുത്തിക്കുരുവിൽ നിന്നും ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്.
മറ്റൊന്നാണ് ചണം. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിന് ശേഷം തല്ലിച്ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ടുള്ളതാണ് കയർ. നാളികേരത്തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഇവ പിരിച്ച് പലതരം കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. Cotton. Cotton is an important fiber crop cultivated in India. The cotton and the seeds are separated from mature cotton balls. Thread is obtained from cotton. Cotton seed is used as cattle feed. The oil obtained from cotton seeds is used for industrial purposes. Next one is jute. India is the largest producer of jute in the world. Jute fiber is obtained from the stem of jute plant. Jute sheaves are first soaked in water for retting. They are then beaten to separate the fibers. Sack thread is made of jute fiber. Another one is coir. Coconut husk is soaked in water. This is beaten to separate fibers. These fibers are woven to make different types of coir products. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നാം ഇനി പോകുന്നത്. ഈ ചിത്രം നോക്കൂ. പലതരത്തിലുള്ള കൃഷികൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരു കർഷകൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. പച്ചക്കറികൾ, മീൻ വളർത്തൽ, പശു വളർത്തൽ, ഇങ്ങനെ പല കൃഷികളും ഒന്നിച്ച് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നു. എന്താണ് സംയോജിത കൃഷി? ഒന്നിലധികം മേഖലകൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ് സംയോജിത കൃഷി. ഉദാഹരണം, കർഷകൻ സസ്യവിളകൾ കൂടാതെ കന്നുകാലികൾ, ആട്, കോഴി, മീൻ, തേനീച്ച എന്നിവയെ ഒന്നിച്ച് വളർത്തുന്നു. In English, it's called integrated farming. Integrated farming is a farming system that involves different areas of work like agriculture and animal husbandry. Example, in addition to plant crops, the farmers also raises livestock such as goats, chickens, fish and honeybees. ഇങ്ങനെ സംയോജിത കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. വൈക്കോൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി ഉപകരിക്കും. ചാണകം, ആട്ടിൻകാഷ്ടം എന്നിവ കൃഷിക്ക് വളമായി ഉപയോഗിക്കാം. ചാണകം ഉപയോഗിച്ച് പാചകവാതകം ഉണ്ടാക്കാം. കർഷകന് കൂടുതൽ ആദായം ലഭിക്കുന്നു. Advantage of integrated farming. Straw and crop residues are used as fodder for livestock. Cow dung and goat droppings can be used as fertilizer for agriculture. Biogas can be made from cow dung. Farmers get more income. ഇങ്ങനെ സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റ് ഫാമിൽ നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് സ്ലറി. എന്താണ് സ്ലറി എന്ന് നോക്കാം. ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചാണകത്തിൻ്റെയും വെള്ളത്തിൻ്റെയും മിശ്രിതമാണ് സ്ലറി. ഇത് പച്ചക്കറി കൃഷിക്ക് നല്ലൊരു വളമാണ്. സ്ലറി, ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഡങ് ആൻഡ് വാട്ടർ. ഇറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. Slurry is used as a manure for vegetable crops. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. പാഠപുസ്തകത്തിൽ തന്നെ അതിൻ്റെ
ആൻസർ ഉണ്ട്. കൃത്യമായി നിങ്ങൾ പോയിൻ്റായിട്ട് ഓരോ ഫുൾ സ്റ്റോപ്പും പോയിൻ്റാക്കി നിങ്ങൾ ആൻസർ നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. ചോദ്യം ഞാനൊന്ന് വായിക്കാം. താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വയ്ക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നാണ് സാധാരണ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. താറാവ് ഉപയോഗിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിന് കാരണമാകും. ജലസസ്യങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമാണ്. ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിൻ്റെ ഭക്ഷണമായും ലഭിക്കും. ഇപ്പോൾ വെള്ളത്തിൽ മത്സ്യം വളർത്തിയിട്ട് മുകളിൽ താറാവ് കൂട് വയ്ക്കുമ്പോൾ പരസ്പരം പ്രയോജനകരമായ രീതിയിൽ ആ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇംഗ്ലീഷ്. നോട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്ലേസിംഗ് ദ ഡക്ക് കോപ്സ് above the fish pond. Answer. The leftover food of the duck will be available to the fish. Moreover, droppings of ducks will promote the growth of aquatic plants. Aquatic plants are food for fish. At the same time, insects, algae, snail and small frogs in the pond will become food for the ducks. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കൃഷിയും കന്നുകാലി വളർത്തലും ബന്ധപ്പെടുത്തിയുള്ളൊരു ചോദ്യം. അതിൻ്റെ ഉത്തരവും കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. കൃഷിയും കന്നുകാലി വളർത്തലും. കൃഷിയും കന്നുകാലി വളർത്തലും കേരള ജനതയുടെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന സംയോജന കൃഷി രീതിയാണ്. ഇതിൻ്റെ പ്രയോജനം: നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും നമുക്ക് വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവയിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. പശുവിന് ആവശ്യമായ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. Agriculture and cattle rearing. Agriculture and cattle rearing are integrated farming methods in Kerala that existed traditionally. Cows and buffaloes can be reared along with the paddy cultivation. Fodder grass can be cultivated in coconut fields and rubber plantations. The straw obtained from paddy cultivation, the bran obtained from husking paddy grains, etc., can be given to cattle as fodder. Goats, ducks, hens, etc. can be reared in coconut fields. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. പതിവായി ക്ലാസ്സിൽ പറയുന്നത് പോലെ തന്നെ ഈ സ്ക്രീനിൽ ഉള്ളത് കൃത്യമായി നോട്ടിലേക്ക് എഴുതണം. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ആവശ്യമായ നോട്ടുകൾ സ്ക്രീനിലുണ്ട്. അവ കൃത്യമായി നോട്ടിലേക്ക് എഴുതുക. മറ്റൊരു കാര്യം പറയട്ടെ, ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ ടെക്സ്റ്റ് പേപ്പർ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായിരിക്കും പരീക്ഷ. അതിന് നിങ്ങൾ തയ്യാറായിരിക്കുക. താങ്ക് യു.